എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അതൊരു വലിയ കഥയാണ്. ഞാൻ ഇവിടെ പറഞ്ഞത് കുറെ സമയമെടുക്കും. അപ്പം ലാഗ് ഫീൽ ചെയ്യും. നമ്മുടെ പണത്തിൽ ലാഗ് ഇല്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പ്രണയകഥ ജീവിതത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ലാഗ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങ് കൂടുതൽ പോകുന്നില്ല. പക്ഷെ ജൂനിയർ കോളേജിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. വൺ വേ ട്രാഫിക് ആയിരുന്നു എന്നുള്ളത് ഞാൻ ആ കുട്ടിയുടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ സ്പ്ലെൻഡറിൻ്റെ പുറകിൽ ആ കുട്ടി സഞ്ചരിക്കുന്നതായിരുന്നു. എൻ്റെ സംശയം പോലെ തന്നെ അത് സത്യമായിരുന്നു. അവർ തമ്മിൽ ഓൾറെഡി ഒരു പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രണയകഥ. അങ്ങനെ ജീവിതത്തിൽ ലൂസറായിട്ട് അങ്ങനെ പോയി ലാസ്റ്റ് ഞാൻ വിൻ ചെയ്തു. ഞാൻ അനുപമ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു, ഭാര്യ എന്നെ സ്നേഹിച്ചു. ഞാൻ കല്യാണം കഴിച്ചു. അങ്ങനെ സൈജു കുറുപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിച്ചു, അനുപമ കിട്ടി. അപ്പം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കും. നമ്മൾ ലൂസ് ചെയ്യും പലപ്പോഴും. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ നിരാശരാകും. നമുക്കൊരു സമയം ഉണ്ടാകും, നമ്മൾ ജയിച്ചിരിക്കും. ഇപ്പം സിനിമയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 8 വർഷം എനിക്ക് ജയം കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം 2012 ഒരു സിനിമ വന്നു, ട്രിവാൻഡ്രം റോഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഹിറ്റായി, അതിൻ്റെ കഥാപാത്രം ഹിറ്റായി. പക്ഷെ 8 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ കാത്തിരിപ്പ് പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള കാത്തിരിപ്പ്. നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കരിയർ യൂസ് ചെയ്താലും നമ്മൾ വിൻ ചെയ്യും, അത് ഉറപ്പാണ്. അഭിലാഷത്തിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ, ആ കഥയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് നോസ്റ്റാൾജിയ അടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇപ്പം തേജാവില്ല, നമ്മൾ പ്രത്യേക സാധനം നമുക്ക് പെട്ടെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് നോസ്റ്റാൾജി വരും. നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കേട്ടിട്ടുള്ളൊരു സൗണ്ട്. ഇതിൻ്റെ അകത്ത് മണമാണ്, സെൻറ്റ്. ആക്ച്വലി സെൻറ്റ് ഓഫ് ലവാണ് അഭിലാഷം. ആ മണം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല. ചിലപ്പോൾ അതൊരു നല്ല മണമായിരിക്കാം, മോശം മണമായിരിക്കാം. പക്ഷേ പെട്ടെന്ന് നമുക്ക് നോസ്റ്റാൾജിയ അടിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പല സംഭവത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകും ആ ഒരു മണം കിട്ടുമ്പോഴത്തേക്ക്. അതിനെപ്പറ്റി ഉള്ളൊരു സിനിമയാണ് അഭിലാഷം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ളത് സംസാരിക്കട്ടെ. നിങ്ങൾ എല്ലാവരും പക്ഷേ സിനിമ കാണണം കേട്ടോ. സിനിമ നിങ്ങൾ എൻജോയ് ചെയ്യും ഉറപ്പായിട്ടും. അഭിലാഷം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഈ റിലീസാണ്, ഈ റിലീസിന് കാണാൻ പറ്റിയ സിനിമയാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും, ഇപ്പം ഞാൻ അഭിലാഷിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഹംസ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് എംബ്രാൻ തന്നെയാണ്. എംബ്രാൻ നമ്മൾ കാണും, അതിനുശേഷമായിരിക്കും നമ്മുടെ പടം വരുന്നത്. അതുകൊണ്ട്